ഇപ്പോൾ നയതന്ത്ര വിദഗ്ധനായ ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഗുഡ് ഈവനിങ്. സർ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പിന്നെ ഖത്തർ എന്നത് എല്ലാ കാലത്തും ഈ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒരു മധ്യസ്ഥന്റെ റോൾ വഹിച്ചിരുന്ന രാജ്യമാണ്. അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വന്തം നിലയിൽ അതിനെ തരണം ചെയ്ത് ആർജവം കാണിച്ചിട്ടുള്ള രാജ്യവുമാണ്. ദോഹ കേന്ദ്രീകരിച്ച് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണം, അതിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട്? അതിൻ്റെ സ്വഭാവം ഏത് രീതിയിലാണ്? നമസ്കാരം ഗോപി, ഞാൻ യാത്രയിലായിരുന്നു. അത് കാരണം ഈ ന്യൂസ് ശരിയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ നേപ്പാളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ നോക്കാറ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ഒരു വിവരങ്ങളില്ല എന്നുള്ളത് ആദ്യമേ ഞാൻ സമ്മതിച്ചുകൊണ്ടാണ് പറയുന്നത്. ഏതായാലും ഇതൊരു എസ്കലേഷന് നേരത്തെ സംസാരിച്ചിരുന്ന പാനലിസ്റ്റ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. പക്ഷേ എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ ഖത്തറിന്റെ ഭാഗത്തു നിന്ന് ഒരു സൈനികമായ തിരിച്ചടി ഇസ്രായേലിലേക്ക് ഉണ്ടാകും എന്ന് നമുക്കാർക്കും വിശ്വാസമില്ല. കാരണം അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രജിൽ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലാണ്. അപ്പൊ അവിടെ നിന്നുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടാകാം. അത് ഏത് രീതിയിലുള്ളതാണ്? ഇനിയും ഈ ഡ്രോണുകൾ ഖത്തറിൽ കൊണ്ടുവന്ന് ഇസ്രായേൽ നേരത്തെ യുക്രൈൻ റഷ്യയിൽ ചെയ്തതുപോലെ അവിടെ അസംബിൾ ചെയ്തിട്ട് അവിടെ നിന്നാണോ ആക്രമിച്ചത്? അതോ ഇസ്രായേലിൽ നിന്നും പറന്നു വന്ന ഡ്രോണുകളാണോ? വേറെ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും കപ്പലുകളിൽ നിന്ന് വിക്ഷേപിച്ചതാണോ എന്നും നമുക്ക് ഈ അവസരത്തിൽ അറിയില്ല. അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖത്തറിന്റെ ഭാഗത്തു നിന്നും സൈനികമായ ഒരു തിരിച്ചടി ഉണ്ടാവുകയില്ല. ഹമാസിന്റെ ചർച്ചയ്ക്ക് വേണ്ടി വന്നവരല്ല, അവർ ചർച്ചയിൽ ഇടപെടുന്നതാണെങ്കിലും ഹമാസിന്റെ ഒരു താവളം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കാൻ ഇടപെടുന്നുണ്ട്. അവിടെ അവർക്കൊരു യൂണിറ്റ് ഉണ്ട്, അവിടെ അവർക്കൊരു സമുച്ചയമുണ്ട് താമസിക്കാനും മറ്റുമായിട്ട്. പക്ഷെ സൈനികമായിട്ടുള്ള കോപ്പുകളൊന്നും അവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ ആ ഒരു സമുച്ചയത്തെയാണ് ഇസ്രായേൽ നേരിട്ട് ആക്രമിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുവഴി ഹമാസിന്റെ മേൽ ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. കാരണം നെതന്യാഹുവിന് ഇസ്രായേലിന്റെ അകത്തും വലിയ സമ്മർദ്ദമാണുള്ളത്, യുദ്ധം അവസാനിപ്പിക്കാനും ഈ ബന്ദികളെ വിമുക്തരാക്കാനുമായിട്ട്. പക്ഷെ അദ്ദേഹം അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനു മുമ്പ് ഗാസ സ്ട്രിപ്പ് മുഴുവനായിട്ട് തകർത്തിട്ട് അവിടെ നിന്നും ഹമാസിനെ ഡിസാം ചെയ്തിട്ട് ഹമാസിനെ ഇല്ലാതാക്കണം, ബാക്കിയുള്ളവരെ അവിടെ നിന്നും തുരത്തണം എന്നെല്ലാമാണ് പറയുന്നത്. അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മുരളീധരൻ നായർ സർ, ഈ തിരിച്ച് ഖത്തർ ആക്രമിക്കില്ല എന്നത് ശരി, പക്ഷേ ഒരു വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച കാര്യങ്ങൾക്ക് ചർച്ചയ്ക്ക് വരുന്നു. ആ പദ്ധതി മുന്നോട്ട് വെക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇസ്രായേലിനോട് അതിന്റെ ഭാഗമാകണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. അതിനെല്ലാം സമ്മതിച്ചതിന് ശേഷം ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് വേണ്ടി എത്തുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഒരു ആക്രമണം നടത്തുക, ഹമാസിനെ വേരോടെ പിഴുതെറിയുക എന്നതാണ് ഇസ്രായേലിന്റെ ദൗത്യം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതിന് ഖത്തർ പോലൊരു രാജ്യത്തെ ഈ ആക്രമണത്തിന് വേദിയാക്കുക, ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരില്ലേ ഇസ്രായേലിന്? ഞാൻ പറഞ്ഞത് ഒരു ആക്രമണം എന്ന നിലയിലല്ല, ഗൾഫ് മേഖലയിൽ കൊടുക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ചാണ്. സത്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ദേ ഗോട്ട് അവേ വിത്ത് ഇറ്റ് എന്നൊരു യൂസേജ് ഉണ്ടല്ലോ. അവർ ചെയ്യുന്നതിന് ചെറിയൊരു എതിർപ്പ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ടായാലും പല രാജ്യങ്ങൾക്കും ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയോടുള്ള വെറുപ്പുണ്ട്. ഈ അറബ് രാജ്യത്ത് തന്നെ എത്ര രാജ്യങ്ങൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? യഥാർത്ഥത്തിൽ ആരുമില്ല എന്നുള്ളതാണ്. ഇവിടെ ഇറാനിൽ നിന്നുണ്ടാകാം, ഒരുപക്ഷെ സിറിയയിൽ നിന്ന് കുറച്ചു പേരുണ്ടാകാം, ഹെസ്ബുള്ളയുടെ ആണെങ്കിൽ നട്ടെല്ലൊടിഞ്ഞിരിക്കുകയാണ്. ആ നിലയ്ക്ക് ലെബനനിൽ നിന്നുള്ള വലിയ ആക്രമണങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഇതൊരു ഡിപ്ലോമാറ്റിക് ലെവലിൽ തീർച്ചയായിട്ടും ഇസ്രായേല് ദോഹയിൽ വന്ന് ആക്രമണം അഴിച്ചുവിട്ടതിനോട് തീർച്ചയായിട്ടും എതിർപ്പുകൾ ഉണ്ടാകും. പക്ഷെ ഖത്തറിന് സ്വയം ഈ ഗൾഫ് മേഖലയിലെ GCC കൺട്രികളുടെ ഇടയിലെല്ലാം ഖത്തറിനോടും അത്ര നല്ല പ്രീതിയല്ല ഉള്ളതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് ഈ രാജ്യങ്ങളെല്ലാം അവർ ഒരു
ഉണ്ടാക്കി ഇസ്രായേലിന്റെ ഈ നടപടിയെ അപലപിക്കുക എന്നതിനപ്പുറം വേറെ ഒരു പ്രഷറിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ബ്ലോക്കേഡോ ആ രീതിയിലേക്ക് എങ്ങ് പോകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ഖത്തറിലെ ജനങ്ങൾക്ക് അപകടമില്ലാതെ വളരെ ടാർഗറ്റഡ് ആയിട്ട് ഈ ഹമാസിന്റെ ആ സമുച്ചയത്തിൽ താമസിക്കുന്ന ഹമാസിന്റെ ആളുകളെ മാത്രം, അതിൽ ഈ ചർച്ചയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നില്ല ഇത് ഗസയിൽ നിന്ന് വന്നവരാണെന്ന്. ഇത് തീർച്ചയായിട്ടും അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരെ ആക്രമിക്കുക വഴി ഖത്തറിന്റെ ആ സോവറിനിറ്റിയെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു, അതിനെ ബ്രേക്ക് ചെയ്തു എന്നുള്ളത് വളരെ എന്നെ അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ഗോളുകൾ അറ്റൈൻ ചെയ്യാനായിട്ട് അവർ ഏത് രാജ്യത്ത് പോയും ആരെയും അറ്റാക്ക് ചെയ്ത് അവരുടെ ഗോളുകൾ അറ്റൈൻ ചെയ്യും എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരമായ ശൈലിയാണ്. ശ്രീ മുരളീധരൻ നായർ കടങ്ങല്ലൂർ, വളരെയധികം സർ താങ്കൾ ഈ വിഷയത്തിൽ താങ്കളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ എത്തിയതിന്.